ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നൊരു സംഭവമാണ് തെങ്ങും തേങ്ങയൊക്കെ അല്ലേ. അപ്പോൾ ആ തെങ്ങിൽ നിന്നും കിട്ടുന്ന കുറച്ച് വസ്തുക്കൾ കൊണ്ട് കുറച്ച് ഐറ്റംസ് നമുക്ക് എങ്ങനെ ഈസി ആക്കിയിട്ട് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുപോലെ ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ആ തേങ്ങ മുളച്ച് വരില്ലേ, അതാണ് പിന്നീട് നമ്മൾ തെങ്ങും തൈയായിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ഒരു തേങ്ങയുടെ മുകളിൽ മുളച്ച് വന്നിട്ടുള്ള ഒരു ചെറിയ തൈയാണിത്. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായി തോന്നി. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ തേങ്ങയുടെ ബാക്കിലുണ്ടാകുന്ന ഒരു സംഭവം ഇല്ലേ, ജസ്റ്റ് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സംഭവമാണ്. കണ്ടോ, ശരിക്കും ഒന്നും ചെയ്യാതെ തന്നെ ഇതൊരു ഫ്ലവറായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ആ ഒരു വാല് പോലത്തുള്ള സംഭവം ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി അതിൻ്റെ തന്നെ ഒരു ഉണങ്ങിയ വേർഷനാണിത്. രണ്ട് രീതിയിലുള്ള ഫ്ലവേഴ്സിനെ പോലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് രണ്ടും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ജസ്റ്റ് ഇതെല്ലാം കൂടി ഞാനൊന്ന് ഒരുമിച്ചൊന്ന് വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ജാറോ ഗ്ലാസ് ബോട്ടിലോ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു അടിപൊളി ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലൊരു ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ബ്ലാക്ക് കളർ ചെയ്തെടുക്കുകയാണ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഷേക്ക് ചെയ്യണം. പിന്നെ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് വേണം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഡിസ്റ്റൻസിൽ നിന്ന് സ്പ്രേ ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആകുന്ന പോലെ തോന്നി, അതാണ് ഞാൻ അടുത്ത് നിന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തത്. അപ്പോൾ അത് മൊത്തം ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ദെൻ ഞാൻ ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ലീഫ് ഉണ്ടല്ലോ ഗ്രീൻ കളർ, അതൊന്നുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു അക്രൈലിക് ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതിൻ്റെ തുമ്പത്തൊക്കെ ചെറുതായിട്ട് ഉണങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ ഗ്രീൻ കളർ കൊടുത്തെടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനതെല്ലാം എല്ലാ ഭാഗത്തും ഗ്രീൻ കളറ് ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഒരു 10 മിനിറ്റോളം ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ ആ ഫ്ലവറിന് ബ്ലാക്ക് കളർ കോട്ട് ചെയ്തിരുന്നില്ലേ, അത് നമ്മൾ ഉണങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഷൈനിങ്ങും ഒക്കെ നല്ല ഭംഗിയിൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന് ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗോൾഡൻ കളർ അക്രൈലിക് പെയിൻറ്റ് വെച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലും അതുപോലെ തന്നെ ആ പെറ്റൽസ് പോലെ തോന്നിക്കുന്നതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ആൻറ്റിക് ടച്ച് കിട്ടുന്ന ഒരു ആൻറ്റിക് ടച്ചുള്ള ഒരു ഫ്ലവറായിട്ട് നമുക്കത് കിട്ടും. ഓക്കെ, ഇനി ഇത് നമുക്കിങ്ങനെ തന്നെ നമുക്ക് ഒട്ടിച്ച് വെക്കാനൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. വല്ല ഫ്രെയിമിലോ അതുപോലെ ഹൂപ്സിലൊക്കെ ഒട്ടിച്ച് വെക്കാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്ലവർ വേസിലിട്ട് വെച്ചാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഇതാ ഞാനിതെല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നും ചെയ്യാതെ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെച്ചാൽ ഒരു വേസിലിട്ട് വെച്ചാൽ നല്ല ഭംഗിയിലിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഇതുപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് കൊടുക്കാം കേട്ടോ. ഈ സെയിം കളർ തന്നെ കൊടുക്കണമെന്നില്ല. അപ്പോൾ അത് കൊടുത്തിട്ട് നമുക്കൊരു ഫ്ലവർ വേസിലിട്ട് വെച്ചാൽ നമുക്ക് നല്ലൊരു ഡെക്കറേറ്റീവ് പീസായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിതാ നേരത്തെ ഒരു ഹൂപ്പ് ചെയ്തതായിരുന്നു, ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഹൂപ്പിൻ്റെ സൈഡ് വശത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മൾ വാളിലൊക്കെ ഹൂപ്പ് ഹാങ് ചെയ്തിടുമ്പോൾ നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ ഹൂപ്സിലായിക്കോട്ടെ അതുപോലെ തന്നെ ഫ്രെയിംസിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ലീഫില്ലാണ്ടേയും നിങ്ങൾക്ക് എങ്ങനെയാണോ ക്രിയേറ്റീവായിട്ട് തോന്നുന്നത് അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രെയിം എടുത്തിട്ട് ആ ഫ്രെയിമിൽ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. അത് 4x6 ഇഞ്ചിൻ്റെ ഒരു ഫ്രെയിമാണ്. ഫ്രെയിം ഞാൻ വാങ്ങിച്ചതും ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നല്ല അടിപൊളി ഫ്രെയിമാണ്. ഗ്ലാസ് ഫ്രെയിമല്ല, ഗ്ലാസ് ഷീറ്റിൻ്റെ ഫ്രെയിമാണ്. അതായത് ഗ്ലാസ്സിന് പകരം ഇവിടെ വരുന്നത് ഷീറ്റാണ്. നമ്മുടെ OHP ഷീറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഒരു ഷീറ്റാണ്. ഇതാ കണ്ടില്ലേ, അതുപോലൊരു ഷീറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഞാൻ അവിടെ നമ്മുടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലീഫ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്ലൂ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് സെക്യൂർ ആക്കി എടുക്കാം കേട്ടോ, കൂടുതൽ സെക്യൂർ ആക്കി എടുക്കാം. പിന്നെ ഈ ഫ്ലവേഴ്സും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇനി അതിന് ശേഷം ലീഫ് ഒട്ടിച്ചതിന് ശേഷം നമ്മളത് ഫ്രെയിമിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇതിൻ്റെ പുറത്തുകൂടെ ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കി എക്സസൈസായിട്ട് പുറത്ത് വരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഞാൻ ആ ലീഫിൻ്റെ മുകളിലായിട്ട് ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലാണ് ഞാൻ ഫ്ലവർ ഒട്ടിച്ചു വെക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി മറ്റേ ഫ്ലവറും കൂടി നമുക്ക് ഒന്ന് അട്രാക്റ്റീവായി തോന്നുന്ന രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഇങ്ങനെ അല്ലാതെ നിങ്ങൾ ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. ബോട്ടിൽ കളർ ചെയ്തിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡെക്കർ പീസായിട്ട് നമുക്ക് വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തുള്ള ആ ഒരു ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി നമുക്ക് നമ്മുടെ ചുമരിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹാങ് ചെയ്തിടാം. നമുക്കിങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്ത്, അതായത് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്ത് ഇങ്ങനെ കാണുമ്പം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസും അതുപോലെ തന്നെ നമ്മൾ ഫ്രെയിംസും കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ഐറ്റംസൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ബൈ.